ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു കൈപ്പിടി അളവ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പും കൂടെ ഇട്ട് നല്ലോണം നമുക്കതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അധികം എരിവ് കുറവായത് കൊണ്ടാണ് 1.5 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. ഇനി നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാലും മതിയാകുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റും കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് നമുക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കടലമാവ് ആഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കാനായിട്ട് പറ്റണം കേട്ടോ. ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് എടുക്കാമേ. മാവിൻ്റെ അളവൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് തിരുമ്മി എടുക്കുക. എന്നിട്ട് അഥവാ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് മാവിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് നമുക്കതങ്ങ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാമേ. നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് നമ്മുടെ കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റണം കേട്ടോ. ആ ഒരു പരുവത്തിൽ നമുക്കിതങ്ങ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ സ്നാക്സ് എന്ത് നമ്മൾ തയ്യാറാക്കും എന്നുള്ള ചിന്തയിലായിരിക്കും അല്ലേ. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറി കാണണം കേട്ടോ. അതിൽ ഞാൻ ഒരുപാട് കുട്ടികൾക്കുള്ള സ്നാക്സ് റെസിപ്പീസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അത് നമുക്ക് സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് തയ്യാറാക്കി നോക്കാനും ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ഇതേപോലെ അങ്ങ് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇവിടെ മിക്സ് ചെയ്ത് നല്ലോണം ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കത്തി കൊണ്ട് ഇതേപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. അതിനിടയ്ക്കൂടെ ഇതേപോലെ വീണ്ടും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു മുട്ടയെ ഒരു 4 പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു മുട്ടയെ 4ആയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതങ്ങ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അതിന് മുൻപ് നമുക്ക് 2 കൈയിലും കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. എണ്ണയോ വെള്ളമോ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ എണ്ണ നമ്മളിപ്പോൾ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവെടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാമേ. കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് നടുക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ മുട്ട എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു മുട്ട എടുത്ത് നമുക്ക് ഇതേപോലെ ഇതങ്ങ് അടച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടച്ച് ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് കംപ്ലീറ്റും അങ്ങ് അടച്ചെടുക്കാമേ. അപ്പോൾ കംപ്ലീറ്റും അങ്ങ് അടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലോണം അതങ്ങ് ഉരുട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതിൽ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. മുട്ടയും സവാളയും ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാമേ. ഉണ്ടല്ലോ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം കേട്ടോ.
പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ പൊട്ടിപ്പോകുമെന്നോ എണ്ണയിലോട്ട് അങ്ങ് വീഴുമെന്നോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി, അതങ്ങ് സെറ്റായിട്ട് ഇരുന്നോളുവേ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് മുരിച്ചെടുക്കാനായിട്ട് പാടില്ല കേട്ടോ. അതിൻ്റെ അകമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഓരോ ബൗളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാക്കി എടുക്കാമേ. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരെണ്ണം മതിയാവും കുട്ടികൾക്ക് വയറ് ഫുള്ളാകാനായിട്ട് കേട്ടോ. അത്രയും ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടെ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ അങ്ങ് തയ്യാറാക്കിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന അത്രയും സമയം നമുക്ക് അടുത്തോട്ട് തയ്യാറാക്കുന്നതായിട്ട് എടുക്കില്ല കേട്ടോ. അത് നമുക്ക് കുറച്ചുകൂടെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് റെഡിയായി കിട്ടും. മസ്റ്റായിട്ടും തീ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതവിടെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ കണ്ടല്ലോ, അകമെല്ലാം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്